വർഷങ്ങളായിട്ട് ഒരു ആപ്പിൾ യൂസർ എന്ന നിലയിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വെറുക്കുന്നതായിട്ടുള്ള ഐഫോണിലെ ഏതാനും ചില ഫീച്ചേഴ്സ് അത് നമുക്ക് ഈസിയായിട്ട് ഫിക്സ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്റ്റെപ്പുകളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ അഡ്രസ്സ് അഥവാ നമ്മൾ താമസിക്കുന്ന വീട് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിവൈസിൻ്റെ ഫോണിലെ ഹോം അഡ്രസ്സ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കോൺടാക്ട്സ് ആപ്പ് അഥവാ ഫോൺ ആപ്പ് ഓപ്പൺ ചെയ്താൽ മതി. ഫോൺ ആപ്പിൽ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു സെപ്പറേറ്റ് കാർഡായിട്ട് കാണാൻ പറ്റും. അതായത് ഫോണിൻ്റെ ഓണർ ആരാണോ അവരുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഒരു മൈ കാർഡ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സകല ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഹോം അഡ്രസ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ പഴയ അഡ്രസ്സാണ്. നമ്മളുടെ പുതിയ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ പോവുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോം അഡ്രസ്സ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ആഡ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ അഡ്രസ്സ് അവിടെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മൈ കാർഡ് ഓപ്ഷനിൽ ഇതുപോലെ മാനുവലി അഡ്രസ്സ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈ കാർഡ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സിൻ്റെ സജഷൻസ് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക, പ്രൈവസി സെക്യൂരിറ്റി ഓപ്ഷനിൽ ലൊക്കേഷൻ സർവീസസ് എനേബിൾഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇതേ അഡ്രസ്സ് നിങ്ങളുടെ മാപ്പിലേക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം, നിങ്ങളുടെ പെർമനൻറ്റ് ഹോം അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളിവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സ് ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഈ സജഷൻ കാണിക്കുന്നിടത്ത് നമ്മുടെ അഡ്രസ്സ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. വീണ്ടും നിങ്ങൾ അഡ്രസ്സിൻ്റെ നിങ്ങളുടെ മൈ കാർഡ് ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഈ അഡ്രസ്സ് ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് വീണ്ടും നമ്മൾ മാപ്സ് ആപ്പിൽ ജസ്റ്റ് ആ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സജഷൻ ഇവിടെ വരും. അവിടെ ആ ഒരു പിൻ ഐക്കണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം അഡ്രസ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിൽ പലർക്കും ചില സമയങ്ങളിൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് ഫോട്ടോസ് ആപ്പിനകത്ത് നമ്മൾ ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി അങ്ങ് പ്ലേ ആകാൻ തുടങ്ങും, പക്ഷേ സൗണ്ട് കാണത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഒന്നെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ഓപ്പൺ ചെയ്ത് ഫോട്ടോസിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ട്ലൈറ്റിൽ ഫോട്ടോസ് സെറ്റിംഗ്സ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസിൻ്റെ സെറ്റിംഗ്സിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് പോകാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഓട്ടോ പ്ലേ മോഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇതങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്യുന്ന വീഡിയോ സൗണ്ടും കാണും, നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3, നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾക്ക് കുറച്ച് നിക് നെയിമുകൾ നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ ആ നിക് നെയിം ഉപയോഗിച്ച് നമ്മളുടെ സിറിയോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ സിറിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും കാണത്തില്ല. പ്രത്യേകിച്ച് iOS 18 നമുക്കറിയാം നിക് നെയിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ കാണത്തില്ലായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. സോ നമ്മൾ കോൺടാക്ട്സ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട കോൺടാക്റ്റ് അങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം പേര് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പിൽ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് എഡിറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി എന്ന് പറയുന്ന 3 ഓപ്ഷൻസേ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട, അതായത് മിഡിൽ നെയിം വേണോ, നിക് നെയിം വേണോ, സഫിക്സ്, ഈവൻ ജോബ് ടൈറ്റിൽ, ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിലുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ എളുപ്പം ആ വിളിക്കുന്ന ആളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. ഇവിടെ ഞാൻ വേണ്ടത് നിക് നെയിമാണ്. സോ ഞാൻ കമ്പനിക്ക് പുറമെ നിക് നെയിം എന്ന് പറഞ്ഞ അഡീഷണൽ ഓപ്ഷൻ നമുക്കിവിടെ ലഭിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വിളിക്കാനുള്ള പേരാണ്. സോ ഞാൻ ആപ്പിൾ മുതലാളി എന്നുള്ള ആ ഒരു നിക് നെയിം അവിടെ കൊടുത്തു. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ പേരിൻ്റെ മുകളിലായിട്ട് ആപ്പിൾ മുതലാളി എന്ന് പറയുന്ന ആ നിക് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി സിറിയോട് നമ്മൾ ചോദിക്കുക, ഹേയ് കോൾ ആപ്പിൾ മുതലാളി. നമുക്ക് കറക്റ്റ് കോൺടാക്റ്റ് അവിടെ വന്നു, കോൾ. സോ ഇങ്ങനെ സിറിക്ക് നമുക്ക് നിക് നെയിം പറഞ്ഞു കൊടുക്കാനും ആ ഒരു നിക് നെയിം ഉപയോഗിച്ചുകൊണ്ട് സർട്ടൻ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. 4, ഇതുപോലെ നമ്മൾ വാട്സാപ്പിലോ ഫേസ് ടൈമിലൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ റിയാക്ഷൻസ് കാണിക്കാറുണ്ട്. ഇതുപോലത്തെ റിയാക്ഷൻസ് ചില വീഡിയോ കോളുകൾക്ക് നമുക്ക് റിയാക്ഷൻസിൻ്റെ ആവശ്യമില്ല. സോ അവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എങ്ങനെ റിയാക്ഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇത് ഡിസേബിൾ ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും തന്നെ നമ്മളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ കൊടുത്തിട്ടില്ല. പകരം ഒരു കോളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഓപ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക. ഓൺ ഗോയിങ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിയാക്ഷൻസ്, സ്റ്റുഡിയോ ലൈറ്റ്, പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത് ഓപ്ഷൻസും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ കാണാൻ സാധിക്കും. അത് ഡിസേബിൾ ചെയ്യാൻ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മങ്ങിയ കളറിലേക്ക് പോകും. അപ്പോഴത് ഡിസേബിൾഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇങ്ങനെ റിയാക്ഷൻസ് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഐഫോണിൽ മ്യൂസിക് ആപ്ലിക്കേഷനായിട്ട് ആപ്പിൾ മ്യൂസിക്കോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വോളിയം, ഈ ഒരു പാട്ടിൻ്റെ വോളിയം, മ്യൂസിക്കിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന
ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ സ്ലൈഡർ ത്രൂ കൺട്രോൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു 90% ആൾക്കാരും പാട്ട് കേൾക്കുന്ന ടൈമിൽ ഇതുപോലെ ലോക്ക് സ്ക്രീനിലിട്ടായിരിക്കും കേൾക്കുന്നത്. എന്നാൽ ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ആക്സസിബിലിറ്റി ഏറ്റവും താഴെ വിഷ്വൽ ആൻഡ് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾവേസ് ഷോ വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ലോക്ക് സ്ക്രീനിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ലൈഡർ ലഭിക്കുന്നതായിരിക്കും. iOS 18 ലഭിച്ചിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് അപ്ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഫോട്ടോസ് ആപ്പാണ്. ഇതിലും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ നമുക്ക് ലഭിക്കാനില്ല. അവിടെ ഇവിടെയായിട്ട് തെറിച്ച് കിടക്കുന്ന പോലത്തെ ഒരു ഓപ്ഷനാണ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം അതിനുള്ള ഒരു ഓപ്ഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ആൻഡ് റീ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതിലങ്ങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റീസെൻറ്റ് ഡേ, ആൽബം, മീഡിയ ടൈപ്പ്, ഇങ്ങനെ നിങ്ങളുടെ ഓപ്ഷൻസിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ റീ ഓർഡർ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. സോ ഇവിടെ റീസെൻറ്റ് ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുകയേ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണത്തില്ല. ഇനിയിപ്പം റീസെൻ്റ് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ റീ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ആ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇതുകൊണ്ട് അങ്ങ് പ്ലേസ് ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫോട്ടോസ് ആപ്പിനെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ഈ ഒരു മീഡിയ ടൈപ്പും യൂട്ടിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം കാണുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വീഡിയോ, സെൽഫി, ലൈവ് ഫോട്ടോ, പോർട്രേറ്റ് എനിക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ സിനിമാറ്റിക് സ്ക്രീൻഷോട്ടൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. സോ ആ മീഡിയ ടൈപ്പും നമുക്ക് റീ ഓർഡർ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ളത് ഫസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് മേളിൽ കൊണ്ടിടാം. സ്ക്രീൻഷോട്ടുകളും ഇതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് മേളിൽ കൊണ്ടിടാം. അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ അത് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലടുത്തത് iMessage യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിലും നമുക്ക് വാട്സാപ്പിലുള്ള തന്നെ വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കും. അതിൽ ഈ ഓഡിയോ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇതിലൊരു പോരായ്മ, നമുക്ക് വാട്സാപ്പിലുള്ള പോലെ വോയിസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്കത് പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പോസ് ചെയ്തിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സൗകര്യം ഇല്ല. എന്നാൽ അത് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുക്കാത്ത സ്ഥിതിക്ക് ജസ്റ്റ് ഇതിൽ ആ ഒരു ബ്രേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചിന്തിച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് നമുക്കിവിടെ കാണാം 0:29 എന്ന് എഴുതിയിരിക്കുന്ന സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. സോ അതൊരു ഹിഡൻ പോസ് ബട്ടണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏരിയയാണ് നമ്മുടെ കൺട്രോൾ സെൻറ്റർ. കാരണം ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കും. പിന്നീട് എന്തെങ്കിലും ഓപ്ഷൻസോ സെറ്റിംഗ്സോ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഐക്കൺസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേതാണ് അവർ നോക്കുന്ന ഓപ്ഷൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകും. സോ അത് പരിഹരിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ഫോക്കസ് മോഡ് കൊടുത്തിരിക്കുന്ന സ്ക്വറിക്കൽ ടൈപ്പിലുള്ള റെക്റ്റാങ്കിൾ ടൈലുകളാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐക്കണുകൾ റീ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഐക്കണുകളുടെയൊക്കെ റൈറ്റ് കോർണറിൽ താഴെയായിട്ട് ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. സോ അതിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺസ് ഈ പറഞ്ഞ രീതിയിൽ വലുതാക്കാൻ സാധിക്കും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൺട്രോൾ സെൻറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏതാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പം നിങ്ങൾക്കത് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സെറ്റിങ്സിൽ നേരത്തെ പ്രീവിയസ്ലി iOS 17, 16, 15 എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു ഒറ്റ സിംഗിൾ പേജിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ iOS 18 വന്നപ്പം ആ ഒരു ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ മെനുവിലാണ് ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും കൊടുത്തിരിക്കുന്നത്. പല ആപ്ലിക്കേഷൻസിൻ്റെ സെറ്റിങ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്, അതായത് താഴത്തേക്ക് പോയി ഈ ആപ്ലിക്കേഷൻ്റെ ഓപ്ഷനിൽ പോയി ഈ ഒരു വ്യൂവിൽ നിന്ന് വേണം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ആക്സസ് ചെയ്യാൻ. പക്ഷേ അത് ഒഴിവാക്കാൻ ഈസി ആയിട്ടുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട്ലൈറ്റ് സെർച്ചാണ്. സ്പോട്ട്ലൈറ്റ് സെർച്ച് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓപ്ഷനാണോ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ആണോ വേണ്ടത് അതിലേക്ക് വളരെ ഈസി ആയിട്ട് പോകും. എനിക്കിപ്പം മെസ്സേജിൻ്റെ സെറ്റിങ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ MESSAGE മെസ്സേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി മെസ്സേജിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസോ സെറ്റിങ്സോ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മിലൻ. Catch you guys next video. Until then, peace.